നാളെ വൈകിട്ട് COS കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റം വരരുത്. ഇന്ന് COS ഒപ്പിച്ചു തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്. കാരണം വിളിച്ചോണ്ട് വന്നിട്ട് നീ കാണിക്കും, അതാ വേണ്ടത്. വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും അത് കാരണം അവർക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സ്ആപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ UK എക്സ്പ്രസിലെ ബ്ലസൻ പോൾ എന്നെ ബന്ധപ്പെട്ടു. ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത ഇതിലെ മെയിൻ കളൻ എന്നെ വിശ്വസിച്ച് ബ്ലസൻ പോൾ 1.5 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഈ പറയുന്ന അമൽദേവിനാണ്. ഇയാള് കഴിഞ്ഞ 2 ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഇതിനകത്തൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ഫ്രോഡ് പരിപാടിയും കാണിക്കാം എന്നതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നീരജ അമ്മൂസ്. സംഭവം എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. 3 വർഷം മുമ്പാണ് ഈ വിഷയം നടന്നിട്ടുള്ളത്. UK വിസ തട്ടിപ്പുമായിട്ട് നടന്നൊരു വിഷയമാണ്. അതിപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കുന്നുണ്ട്. കുത്തിപ്പൊക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ മാസം കൈരളി TVക്കകത്ത് പ്രവാസ ലോകം എന്ന് പറഞ്ഞൊരു പരിപാടിക്കകത്ത് ഇതുപോലൊരു സംഭവം പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കെയർ ഹോമിലേക്ക് ആൾക്കാരെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 80-85ഓളം പേരിൽ നിന്ന് 16 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ടെന്നെല്ലാം ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം വീണ്ടും വീണ്ടും കുത്തിപ്പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതുപോലുള്ള തട്ടിപ്പും ഇതുപോലുള്ള ഫ്രോഡ് പരിപാടികളും നമ്മളെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർ വീണു പോകുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഫ്രോഡ് ടീമുകളെ മുമ്പിൽ അല്ലെങ്കിൽ ഫ്രോഡ് ടീമുകൾ ചെയ്യുന്ന ഈ തെണ്ടിത്തരത്തിലേക്ക് ചെന്ന് ആരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഓരോ ആൾക്കാർ ഇത് എടുത്ത് രംഗത്തോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരം കാണിക്കാമെന്ന് ഉള്ളൊരു ഇതിലാണ് കുറേ ആൾക്കാർ നടക്കുന്നത്. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചപ്പും ചവറും എല്ലാം എടുത്തുകൊണ്ട് വന്ന് പ്രൊമോഷൻ ആക്കി കൊണ്ടിട്ടിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആൾക്കാർ ഇത് വിശ്വസിക്കും. അവരെ ഇഷ്ടപ്പെട്ട് അവരെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർ ഒരു 100-50 പേരെങ്കിലും അത് കണ്ട് അവരെ ഇത് കോണ്ടാക്ട് ചെയ്യും. അതിനെ പറ്റിയിട്ട് എന്തൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലി കേസ് ആയിക്കോട്ടെ എന്താണെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യും. അതിൽ പകുതി ആൾക്കാരും വീഴുകയും ചെയ്യും. അപ്പം അതുപോലൊരു സംഭവമാണ് ഈ നീരജ അമ്മൂസിന്റെ കേസിലും. 3 വർഷം മുമ്പ് ഇവർ UK-യിലാണ് സെറ്റിൽ. ഈ നീരജ എന്ന് പറയുന്ന ഈ ഫ്രോഡ് ഇവരിവിടെ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, അമൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കണ്ട വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചു കൂട്ടിയത്. വേറൊന്നുമല്ല, ഒരു 8ഓളം COS കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടിപ്പിച്ചു. കാരണം ഫ്രണ്ട് ആണല്ലോ, ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുമല്ലോ. അങ്ങനെ ഇവർ പോസ്റ്റ് ഇടുന്നു. COS എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവിടെ ജോലി ചെയ്യണമെങ്കിൽ വിസയുടെ കൂടെ തന്നെ ഈ ഒരു സ്പോൺസർഷിപ്പ് UK സ്പോൺസർഷിപ്പും കൂടെ വേണം. അപ്പോൾ അതാണ് COS കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി ഇട്ട സമയത്ത് അവിടുത്തെ UK എക്സ്പ്രസ്സിലെ കുറേ പയ്യന്മാർ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നമ്മളെ കയ്യിൽ കുറച്ച് ക്ലയൻസുകൾ പയ്യന്മാരുണ്ട്, നമ്മൾ അവരെ പിടിച്ചു തരാം, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കമ്മീഷൻ നിങ്ങൾക്കും കിട്ടും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അതിലോട്ട് അങ്ങോട്ട് ചാടി വീണു. പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കണ്ണൊക്കെ അങ്ങ് മഞ്ഞളിച്ച്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ടല്ലോ ഒരു ബ്രോക്കർ പരിപാടി ഉണ്ടല്ലോ, ഒരു മീഡിയേറ്ററിൻ്റെ പരിപാടിയൊക്കെ നടത്തിയിട്ട് അവരെ കയ്യിൽ നിന്ന് ഓരോ ആൾക്കാരെ കയ്യിൽ നിന്ന് 16 ലക്ഷം രൂപ പിരിച്ച് ഈ അമൽ എന്ന് പറയുന്ന ഈ നാറയ്ക്ക് പിരിച്ചു കൊടുത്തു. ഈ നീരജ പിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 1 കോടി രൂപയോളം അവൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്ക് അവൻ അതും കൊണ്ടങ്ങ് മുങ്ങി. അവസാനം മറ്റേ ഈ പൈസ കൊടുത്ത പിള്ളേർ അവരും അങ്ങ് തേഞ്ഞ്, അവരും പെട്ട്. പൈസ മേടിച്ചു കൊടുത്തവരും പെട്ട്, പൈസ കൊടുത്തവരും പെട്ട്. ലാസ്റ്റ് ഈ നീരജയുണ്ടല്ലോ അവളും അങ്ങ് കൈയഴിഞ്ഞ്. അവൾക്കൊന്നും അറിയത്തില്ല രാമനാരായണ പറഞ്ഞ് അവൾ കൈയഴിഞ്ഞു. അപ്പം ഇതിൻ്റെ എല്ലാ അപമാനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഈ ടീമിൽ ഒരു പയ്യൻ്റെ ഫാദർ ആത്മഹത്യയും ചെയ്തു. കാരണം പൈസ കൊടുത്തിട്ട് പിന്നെ ജോലിയില്ല, കൂലിയില്ല, വിസയില്ല, ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പൈസ തട്ടിപ്പ് നടത്തി പൈസ പറ്റിച്ചെന്നൊക്കെ പറയുമ്പോഴത്തെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു അപമാനം ഉണ്ടാവും, നാണക്കേടുണ്ടാവും. അപ്പോൾ വിഷമം സഹിക്കാൻ വയ്യാതെ ഒരു പയ്യൻ്റെ ഫാദർ കയറി ആത്മഹത്യം ചെയ്തു. ഇത് 3 വർഷം നടന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈരളി ചാനലിനകത്ത് പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. 80ഓളം ആൾക്കാരെ കയ്യിൽ നിന്ന് 16 ലക്ഷം രൂപ പറ്റിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങുന്നത്. ഇത് കുത്തിപ്പൊങ്ങിയിട്ടും ഇത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരുമോ, ഇതൊന്നും ചെയ്യാതെ വീണ്ടും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ മുമ്പിൽ വന്നിട്ട്, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ മുമ്പിൽ വന്നിട്ട് വീണ്ടും മെഴുകിക്കൊണ്ടൊരു വീഡിയോ ഇട്ടു. ഈ നീരജ എന്ന് പറയുന്ന ഈ ഫ്രോഡെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതിൽ കൂടുതലൊന്നും വിളിക്കാനില്ല. കാരണം ഒരാളെ ജീവൻ വരെ നഷ്ടപ്പെട്ട കേസാണിത്. അപ്പോൾ എന്തായാലും ആ മെഴുകിക്കൊണ്ടൊരു വീഡിയോ ഇട്ടല്ലോ, ആ വീഡിയോ ഒന്ന് കാണാം.
1.5 കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസാണ്. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ടാണ്. ഈ പറയുന്ന വിസ തട്ടിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. 2, ഇപ്പൊ ലോകം എമ്പാടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മരിച്ചതാരാണെന്ന് നിങ്ങൾ UK എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ 3 മുതലാളികളിൽ ഒരാളുടെ അച്ഛനാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരിക്കുന്നത്. ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം. ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന 8 കുട്ടികൾ ഉൾപ്പെടെ 46 ഒരു വീഡിയോ ഇട്ടങ്ങ് ന്യായീകരിച്ച് പോവാന്ന് വിചാരിക്കണ്ട. വേറൊന്നുമല്ല, നിന്നെ വിശ്വസിച്ചാണ് നിന്റെ ഫോളോവേഴ്സ് ആയ പല ആൾക്കാരിലും നീ ഇട്ട വീഡിയോ എത്തിയിട്ട് അത് കണ്ടിട്ടാണ് പല ആൾക്കാരും നിന്നെ ഈ UK എക്സ്പ്രസ് എന്ന് പറയുന്ന ആൾക്കാർ പോലും നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അപ്പം ആ പൈസ മേടിച്ചു കൊടുക്കേണ്ട, ആ പൈസ എങ്ങോട്ട് പോയെന്നുള്ളതും ആ പൈസയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലെയും ഉത്തരം നീയാണ് പറയേണ്ടത്. നീ പറയുന്നുണ്ടല്ലോ ഞാൻ ആരെയും പറ്റിച്ചില്ല, നീ കാരണം, നീ കൺവിൻസ് ചെയ്ത്, നീ അതുപോലെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് നീ കാരണമാണ് അങ്ങനെ അവിടെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നിനക്കാണ്. നിനക്ക് എത്ര രൂപ കിട്ടി, എത്ര രൂപ കമ്മീഷൻ വന്നു, അതെല്ലാം നീ കാണിക്കണം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് നിന്റെ ഫുൾ ഉത്തരവാദിത്വം, നീ എന്തൊക്കെയാണോ അവിടെ കാണിച്ചത് അതെല്ലാം മീഡിയസിന് മുമ്പിൽ വന്ന് നീ തുറന്ന് കാണിക്കുകയും തെളിവ് ഉൾപ്പെടെ നീ കാണിക്കണം. ഇവിടെ നീയല്ല പറ്റിച്ചുകൊണ്ട് പോയത്, വേറൊരാളാണ് പറ്റിച്ചുകൊണ്ട് പോയത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം, എൻ്റെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാം. ഇത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. അത് ഡിലീറ്റ് ചെയ്യുമോ ഡിലീറ്റ് ചെയ്യാതിരിക്കുമോ അതൊക്കെ നിന്റെ വിഷയമാണ്. ഇപ്പം UK എക്സ്പ്രസ്സിലെ ഒരാളെ ഫാദർ മരിച്ചെന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ മരിക്കാതിരിക്കും? ഇത്രയും അപമാനം സഹിച്ച് ഇത്രയും ആൾക്കാരെ കയ്യിൽ നിന്നെല്ലാം പൈസ വെട്ടിപ്പും തട്ടിപ്പും നടത്തി എന്നുള്ള പേര് അവർക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിൽ വ്യക്തിയുടെ ഒരു ഫാദർ മരിക്കും. ചിലപ്പം അയാൾ ആ സമൂഹത്തിൽ അത്രയും അഭിമാനത്തോടായിരിക്കും ജീവിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഈ ഒരു വിഷയം താങ്ങാൻ പറ്റാതെയായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പം നീ മേടിച്ച കമ്മീഷന്റെയും നീ മേടിച്ച പൈസയുടെയും ഇതെല്ലാം ഉത്തരവാദിത്വം നീയാണ് കാണിക്കേണ്ടത്. നീ തുറന്നു കാണിക്കണം. കൺവിൻസ് ചെയ്ത് ആൾക്കാരെ വീഡിയോ ഇട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ട് പറ്റിച്ചിട്ട് ഈ ഒഴിഞ്ഞു പോകാനുള്ള പരിപാടി നോക്കണ്ട. നിന്റെ ഫ്രണ്ടാണല്ലോ, അപ്പം നീ അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ കാണിക്കും. അതാ വേണ്ടത്. വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും അത് കാരണം അവർക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സ്ആപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ UK എക്സ്പ്രസിലെ ബ്ലസൻ പോൾ എന്നെ ബന്ധപ്പെട്ടു. ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത ഇതിലെ മെയിൻ കള്ളൻ എന്നെ വിശ്വസിച്ച് ബ്ലസൻ പോൾ 1.5 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഈ പറയുന്ന അമൽദേവിനാണ്. ഇയാള് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒളിവിലാണ്. UK എവിടെ ഉണ്ടെന്നാണ് ലാസ്റ്റത്തെ അപ്ഡേഷൻ. ആരെങ്കിലും ഒരാൾ ഇയാളെ കാണുകയോ ഇയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതോ ആയിട്ടുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഇതൊരു ന്യായീകരണമോ കുറ്റസമ്മതമോ കിടന്ന് മെഴുകലോ എനിക്കിനി പറയാനുള്ളത് നിങ്ങളോടാണ്. എന്നെ വിശ്വസിക്കുന്നവർക്കും ഇപ്പോഴും ലേശം ഉളുപ്പുണ്ടെങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുക. അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഈ മെഴുകൽ കാണുമ്പോഴേ അറിയാം നീ ഒരു ഫ്രോഡാണെന്ന്. വേറൊന്നുമല്ല. ഇപ്പം പറഞ്ഞല്ലോ, ഈ അമൽ നീരദിനെ 1.5 കോടി തട്ടി കൊണ്ടുപോയ ഈ അമൽ നീരദ് എന്ന് പറയുന്ന ഈ ഫ്രോഡിനെ ജനങ്ങൾ കണ്ടുപിടിച്ചു തരാം. ജനങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം ജനങ്ങൾക്കില്ല. ഇത് നീയാണ് കണ്ടുപിടിക്കേണ്ടത്. നീയാണ് ഇത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ഒരു പ്രൊമോഷന്റെ വിവരമായിട്ട് അവന്റെ ഒരു ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ നിന്നിട്ട് അവനൊരു കൊളാബ് ചെയ്ത് കൊടുത്തത് നീയാണ്, അല്ലാതെ ഞങ്ങളല്ല, ജനങ്ങളല്ല. അപ്പം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നീയാണെന്ന്. പിന്നെ നീ വന്നിരുന്നിട്ട് ഇങ്ങോട്ട് ഞെളിഞ്ഞിരുന്ന് അങ്ങോട്ട് സംസാരിക്കുന്നല്ലോ. വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് എന്തും വായി തുറന്ന് അങ്ങ് സംസാരിക്കാന്നുള്ളൊരു ഏതെങ്കിലും മനസ്സിലങ്ങ് വെച്ചാൽ മതി. കാരണം എന്തറിയോ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ കാണും. എന്നാലും ആൾക്കാർ, അരിയാഹാരം തിന്നുന്ന ആൾക്കാർ ഒരാൾ പോലും മണ്ടന്മാരല്ലെന്ന് നീ വിചാരിക്കണം. കാരണം എന്ന് വെച്ചാൽ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്, നിന്റെ കയ്യിൽ ഇരിക്കുന്ന ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഇതെല്ലാം നീയാണ് കാണിക്കേണ്ടത്. നീ തെളിവ് സഹിതം നീ തെളിയിക്കുക. അല്ലാതെ നമ്മളല്ല, ജനങ്ങളല്ല കാണിക്കേണ്ടത്. അല്ലാതെ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് കാണിക്കാനുള്ള അനുവാദമൊന്നും അല്ലെങ്കിൽ നിയമപരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമില്ല. നിയമപരമായിട്ട് ആൾക്കാർക്ക് അതിന് പറ്റത്തുമില്ല. അപ്പം നീയാണ് കാണിക്കേണ്ടത്. മനസ്സിലാവും? നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നീ കാണിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ല ഇവിടെ വന്നിരുന്ന് മെഴുകിയിട്ട് കാര്യമില്ല. ഇനി ഈ വന്നിരുന്ന് മെഴുകുന്ന ആളെ ഫുള്ള് വിവരങ്ങൾ, പൈസ ചോദിക്കുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വോയിസ് റെക്കോർഡുകളൊക്കെ വെളി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ഇന്ന് വൈകിട്ട് അവർ സിഒസിന്റെ ഇതെടുത്തരാന്ന് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റം വരരുത്. ഇന്ന് സിഒസ് ഒപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്. കാരണം നാളെ അവർക്ക് മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ചു തന്നെയാണ്. ഇന്ന് ഇത് സോർട്ട് ഔട്ട് ആവും. ഇന്ന് നമ്മൾ സിഒസ് മേടിക്കും. പറഞ്ഞില്ലായിരുന്നോ ഇവിടെ നാൾക്കൊക്കെ വിസ സ്വിച്ച് ചെയ്യണമെന്ന്. സ്ട്രോക്ക് ഓൺ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് വിസ വന്ന് കിടപ്പുണ്ട്. അവരൊരു 15 ദിവസമാണ് പറയുന്നത്. ഇന്റർവ്യൂ ഉടനെ ഉണ്ടാവും. എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഗേൾസ് ഉണ്ടെങ്കിൽ
അങ്ങനെ തെളിവ് സഹിതം ഇപ്പം വെളി വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ തെളിവ് വന്നു കഴിഞ്ഞാൽ, തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അതിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഡിലീറ്റ് ആക്കി എൻ്റെ പാട്ടിന് പോകുന്നത്. അപ്പം ഡിലീറ്റ് ആക്കി അങ്ങ് പൊയ്ക്കോ. കാരണം ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരമില്ല. കാരണം ജനങ്ങൾക്ക് ഉപദ്രവവും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയോ അല്ലാതെ നിനക്ക് ഉപകാരം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് ഇതുകൊണ്ടിട്ട് ഒരു ഉപകാരമില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കി പോയിക്കോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കൂടെ ഏറി കയറേണ്ടി വരും. ഇപ്പം പറയുന്നുണ്ടല്ലോ, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും ഞാൻ മേടിച്ചിട്ടുള്ളതായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളതായിട്ടോ നിങ്ങൾ തെളിവ് കാണിച്ചു. ഇപ്പം എന്തുമാത്രം തെളിവുകളാണ് ഇപ്പം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, എന്തുമാത്രം മെസ്സേജുകളാണ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കണ്ടല്ലോ പൈസ ചോദിക്കുന്നതിൻ്റെ വെപ്രാളം. എങ്ങനെയും പൈസ മേടിച്ച് അതുകൊണ്ടൊക്കെ മുങ്ങാനുള്ള, അതുകൊണ്ട് കൂട്ടുകാരനുണ്ടല്ലോ, കൂട്ടുകാരന് കൊടുത്തിട്ട് അതിൻ്റെ പകുതി ഷെയർ മേടിച്ചിട്ട് മുങ്ങാനുള്ള പരിപാടിയാണ് നോക്കിയെന്ന് ആ വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതാണ് അത്രയ്ക്കും വെപ്രാളം. പെട്ടെന്ന് പൈസ കൊണ്ടുവരണം, പെട്ടെന്ന് പൈസ കൊണ്ടുവന്നാൽ വിസ തേങ്ങാക്കൊല എവിടെ എല്ലാം റെഡിയാന്ന് പറഞ്ഞിട്ട് ആളെ ഇങ്ങനെ പ്രഷർ കയറ്റുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, അതാണ് നമ്മൾ കേട്ടത്. പിന്നെ ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരാളൊരു കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക്, ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ കമ്പനി ജെനുവിൻ ആണോന്നെങ്കിലും ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും. ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്, വെറുതെ ഒരു കൊളാബ് ഒന്ന് ഏറ്റെടുത്ത് ഒരാളും നടത്തുന്നില്ല. ആ കമ്പനിയെ പറ്റി അന്വേഷിക്കും, അത് ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് അറ്റ്ലീസ്റ്റ് എങ്കിലും അന്വേഷിച്ചിട്ട് വീഡിയോ ഇടും. അപ്പം ഈ ഒരു ക്രൈമിനകത്ത് ഇവരും കൂടെ പങ്കാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, 100% ഇവരും അതിനകത്ത് പങ്ക് തന്നെ ആണെന്ന്. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് കൈയൊഴിയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇതിന് ഉത്തരം തന്നേ പറ്റൂ, വേറെ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യും. അപ്പം സീ യു ഗൈസ്.